ഹലോ എവരിവൺ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസം എങ്ങനെയാണ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷനിൽ ആപ്ലിക്കബിൾ ആകുന്നത് എന്നാണ്. എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. പ്രിൻസിപ്പൽ റിവേഴ്സ് ചാർജ് നോട്ടിഫിക്കേഷൻ 13/2017 എൻട്രി 6 പ്രകാരമാണ് ഡയറക്ടേഴ്സ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് RCMന്റെ പരിധിയിൽ വരുന്നത്. എന്നാൽ ഈ നോട്ടിഫിക്കേഷൻ ഏതൊക്കെ തരത്തിലുള്ള സർവീസസ് എന്നുള്ളതിന് ക്ലാരിറ്റി നൽകിയിട്ടില്ല. പ്രധാനമായും കമ്പനിക്കും ഡയറക്ടേഴ്സിനും രണ്ട് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഒന്ന്, അവർ കമ്പനിയുടെ എംപ്ലോയി ആയിരിക്കും. ഈ സിറ്റുവേഷനിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റെമ്യൂണറേഷൻ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 192 പ്രകാരമായിരിക്കും TDS കട്ട് ചെയ്യുന്നത്. ഈ ഡയറക്ടർ റെമ്യൂണറേഷൻ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ പരിധിയിൽ വരുന്നില്ല. കാരണം CGST ആക്ട് 2017 ഷെഡ്യൂൾ 3 പാര 1 പ്രകാരം എംപ്ലോയി എംപ്ലോയർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് സപ്ലൈ ആയി പരിഗണിക്കുന്നില്ല. രണ്ട്, എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിൽ അല്ലാത്ത ഡയറക്ടേഴ്സ്. ഇവിടെ കൊടുക്കുന്ന റെമ്യൂണറേഷന് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 194J പ്രകാരമാണ് TDS കട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രൊഫഷണൽ ഫീ, സിറ്റിംഗ് ഫീ, ടെക്നിക്കൽ ഫീ എക്സെട്ര. ഈ സിറ്റുവേഷനിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആണ്. ഒരുപക്ഷെ കമ്പനിയുടെ എംപ്ലോയി ആയിട്ടുള്ള ഡയറക്ടേഴ്സിന് സാലറിക്ക് പുറമെ സിറ്റിംഗ് ഫീ ആയിട്ടോ പ്രൊഫഷണൽ ഫീ ആയിട്ടോ TDS അണ്ടർ സെക്ഷൻ 194Jയിൽ ഡിഡക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന പേയ്മെന്റിന് മാത്രം റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആണ്. എന്നാൽ കമ്പനി ഡയറക്ടറുടെ കയ്യിൽ നിന്നും ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന് വാടക കൊടുക്കുമ്പോൾ ആ വാടക ഡയറക്ടർ സർവീസസിന്റെ പരിധിയിൽ വരുന്നില്ല. ആയതിനാൽ എൻട്രി 6 പ്രകാരം റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ അല്ല. എന്നിരുന്നാൽ പോലും എൻട്രി 5AA ആൻഡ് എൻട്രി 5AB പ്രകാരം റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആണ്. RCMനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ചാനലിൽ അവൈലബിൾ ആകും. താങ്ക് യു സോ മച്ച്.